ഓക്കെ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ജെയ്സൺ എൻ്റെ കയ്യില് ഒരു 15 യൂറോപ്യൻ കൺട്രികളുടെ പേര് തന്നു. അതിൻ്റെ വിശദീകരണങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനത് ആൽഫബറ്റിക് ഓർഡറിലാക്കിക്കൊണ്ട് അദ്ദേഹം തന്ന അതേ രീതിയിലല്ല. ആദ്യമായിട്ട് അൽബേനിയ എന്ന രാജ്യം, ഇത് ഒരു ബാൽക്കൻ കൺട്രിയാണ്, അതായത് ഹിൽ കൺട്രിയാണ്. ജനസംഖ്യ 3 മില്യൺ. അതിൻ്റെ ക്യാപിറ്റൽ ടിറാന. ഏറെക്കുറെ സേഫായ ഒരു രാജ്യമാണ് അൽബേനിയ. യൂറോപ്പിലെ ഒരു പൂവർ കൺട്രി. 58% മുസ്ലിംസാണ്, 17% ക്രിസ്ത്യൻസ്, അത് കത്തോലിക്കര്, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ് എല്ലാം കൂടെ ചേർത്ത്. 14% ആഗ്നോസ്റ്റിക് ആണ്, ഒരു ദൈവവുമില്ല. 3% എത്തീസ്റ്റ് ആണ്, ഒരു ദൈവത്തിലും വിശ്വാസമില്ല. എന്നാൽ പെന്തിക്കോസുകാരായി 80 ഭാഷന്മാര് അവിടെയുണ്ട്, കുറെ സഭകളുമുണ്ട്. നമുക്ക് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ രാജ്യം ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ജനസംഖ്യ 9 മില്യൺ. ഓസ്ട്രിയ already famous for castle and palaces. ക്യാപിറ്റൽ വിയന്ന. വളരെ സേഫായ ഒരു രാജ്യമാണ്. 74% ജനങ്ങളും കാത്തലിക്സ് ആണ്, വിശ്വാസം. ഇപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള സഭകൾ, ഓർത്തഡോക്സ് സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ, സുവിശേഷീകരണ സഭകൾ കൂടുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ കൂടുന്നു. 8% ഇമിഗ്രേഷൻ മൂലം ആണ് കൂടുന്നത്. അതുപോലെ ബുദ്ധിസം അവിടെ പ്രചരിക്കുന്നു. തൈവാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ബുദ്ധിസം അവിടെ പ്രചരിപ്പിക്കുന്നത്. അനേക ഓസ്ട്രിയൻസ് ബുദ്ധമതം സ്വീകരിക്കുന്നു. പൈശാചികമായ പല ആരാധനകളും ഓസ്ട്രിയയിലുണ്ട്. പേഗനിസം വളരുന്നു. അതിലൊന്നാണ് ഡ്രൂയിഡ്സ്. ഒരു സെലറ്റിക്കെന്നോ കെലറ്റിക്കെന്നോ പറയാൻ അവര് കൂട്ടിച്ചേർത്ത ഒരു ജാതിയാണ് ഡ്രൂയിഡ്സ്. ഇറ്റ്സ് നോട്ട് ഡ്രൂസ്, ഓക്കെ, ഡ്രൂയിഡ്സ്. അവര് നേച്ചർ വർഷിപ്പ്, റീഇൻകാർണേഷൻ ഇതൊക്കെ വിശ്വസിക്കുന്നു. ഭൂമിയെ ആരാധിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും സ്റ്റോൺ സർക്കിൾ ഉണ്ടാക്കി ആരാധിക്കുന്നു. അതാണ് ഡ്രൂയിഡ്സ്. ഹൈഡിസം, ജർമ്മനിയിലെ സാത്താൻ സേവയാണ് ഹൈഡിസം. ഷെബിയൻ വർഷിപ്പ്, അതിൽ നിന്നല്ലോ ഇവിടെയൊക്കെയുള്ള ഈ ഹാലോവീൻ ഒക്കെ ഉത്ഭവിച്ചത്. എന്നാൽ ഒറിജിനലി സ്കോട്ട്ലൻഡിലാണ് ഹാലോവീൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ ഉള്ളത് വൈക്കൻ വിച്ച് ക്രാഫ്റ്റ്. അവരുടെ ചിഹ്നം ഹെക്സഗനാണ്. മന്ത്രശക്തിയിലും ഒക്കെ വിശ്വസിക്കുന്ന ഗ്രൂപ്പാണ്. എന്നാൽ AD 380 സുവിശേഷം എത്തിയതിനാൽ ഇതൊക്കെ അല്പം കുറഞ്ഞു. അതുപോലെ 5ാമത്തെ അവരുടെ ആരാധനയാണ് ലില്ലിത്ത് ആരാധന. ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലും ലില്ലിത്ത് ആരാധന തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു. ലില്ലിത്ത് എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്നത് ആദാമിന്റെ ആദ്യത്തെ ഭാര്യ ലില്ലിത്ത്. എന്നാൽ ഒരു റിലീജിയനും ഇല്ലാത്ത 17% ജനങ്ങളുണ്ട്. കുറേയേറെ പെന്തിക്കോസ് സഭകൾ ഓസ്ട്രിയയിലുണ്ട്. നമുക്ക് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബോസ്നിയ 3, ജനസംഖ്യ 3.25 മില്യൺ.
ക്യാപിറ്റൽ സറാജേവോ. മുസ്ലിങ്ങളാണ് 50% ബോസ്നിയയിലെ. ഓർത്തഡോക്സ് സഭ 31%, റോമൻ കാത്തലിക് 15%, പ്രൊട്ടസ്റ്റന്റ് കേവലം 1%. വളരെ ചുരുക്കം പെന്തിക്കോസ് സഭകളുള്ള ഒരു രാജ്യമാണ് ബോസ്നിയ. നമുക്ക് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രൊയേഷ്യ, ജനസംഖ്യ 4 മില്യൺ. അവരുടെ ക്യാപിറ്റൽ സഗ്രീബ്. 86% റോമൻ കാത്തലിക്സ്, 4% ഓർത്തഡോക്സ്, 1.5% 1.5% മുസ്ലിംസ്. വളരെ കുറച്ചു മാത്രം പെന്തിക്കോസ് സഭകൾ ഉള്ള ഒരു രാജ്യമാണ് ക്രൊയേഷ്യ. 8% അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു റിലീജിയനും ഇല്ലാത്തവരാണ്. അടുത്തത് നമുക്ക് ഫ്രാൻസ്. 67 മില്യൺ ജനങ്ങൾ പാർക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. ക്യാപിറ്റൽ പാരീസ്. 50% ക്രിസ്ത്യൻസ് ഫ്രാൻസിലുണ്ട്, ഇൻക്ലൂഡിങ് റോമൻ കാത്തലിക്സ്. മുസ്ലിങ്ങൾ 8%, പെന്തിക്കോസുകാർ 2%. നോ റിലീജിയൻ, ഒരു റിലീജിയനും ഇല്ലാത്തത് 26%. അതോടുകൂടി യഹൂദന്മാരെ, ബുദ്ധിസ്റ്റ്, ഹിന്ദുസ്, ബാക്കിയുള്ളവരും എല്ലാം അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഫ്രാൻസിൽ. നമുക്കറിയാം, നിരീശ്വരവാദിയായിരുന്ന റൂസോയുടെ രാജ്യമാണ്. ജനീവയില് അവരൊരു പ്രസ് വാങ്ങി എത്തീസം മാസികകളും ഒക്കെ പ്രിന്റ് ചെയ്യുവാൻ ഉപയോഗിച്ചു. എന്നാൽ കടം കയറി അത് വിൽക്കാൻ സെയിൽ ബോർഡ് വെച്ചു. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു വലിയ സൈൻ ബോർഡ് ഉണ്ട്. അതിങ്ങനെയാണ്: ഗോഡ് ഈസ് നോവേർ. അത് ജനീവ ബൈബിൾ സൊസൈറ്റി ആ ബിൽഡിംഗ് വാങ്ങിച്ചു. ആ ബോർഡ് മാറ്റിയാൽ ഒരുപാട് വർക്ക് ഉണ്ട്, വലിയ സൈനാണ്. അന്നേരം അതിൽ പങ്കെടുക്കാൻ വന്ന ഒരു പെൺകുട്ടി ഒരു ഐഡിയ പറഞ്ഞു: ഈ ബോർഡ് മാറ്റേണ്ട കാര്യമില്ല, ഒരു ചെറിയ വർക്ക് ചെയ്താൽ മതി, ആ W അല്പം ലെഫ്റ്റിലോട്ടൊന്ന് മൂവ് ചെയ്താൽ മതി, ഇടത്തോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ അതെങ്ങനെയാ വായിക്കുന്നത്? ഗോഡ് ഈസ് നൗ ഹിയർ. ഫ്രാൻസിൽ ആദ്യ സമയത്ത് അല്പം ഉണർവൊക്കെ ഉണ്ടായി. ഒരു വലിയ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജർമ്മനി 83 മില്യൺ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ക്യാപിറ്റൽ ബെർലിനാണ്. ലൂതറൻകാരാണ് 34%, റോമൻ കാത്തലിക്സ് 33%, മുസ്ലിങ്ങൾ 4.3%, എത്തീസ്റ്റ് 2%. ഒരുപാട് സ്നേഹി ചെയ്യുന്നു. ഒരു റിലീജിയനും ഇല്ലാത്തവര് 11% ജർമ്മനിയിലുണ്ട്. നമുക്കറിയാം, ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു മാർട്ടിൻ ലൂതർ. പിന്നീട് നവോത്ഥാനം, റിഫോർമേഷന് ഒക്കെ ഉണ്ടായി. പ്രൊട്ടസ്റ്റന്റ് തുടങ്ങിയ സ്ഥലമാണ് ജർമ്മനി. പെന്തിക്കോസ്കാർ ധാരാളമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച് എന്ന് പറയുന്നത് പെന്തിക്കോസ് ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചാണ്. ധാരാളം ഇൻഡിപെൻഡന്റ് പെന്തിക്കോസൽ ചർച്ചും അവിടെ ഉണ്ട്. ആ ഗ്രൂപ്പ് എല്ലാവരും കൂടെ അവരെ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. പെന്തിക്കോസുകാരും എല്ലാം കൂടെ ആ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹംഗറി
9.25 മില്യനാണ് ജനസംഖ്യ. ക്യാപിറ്റൽ ബുദാപെസ്റ്റ്. കത്തോലിക്കര് 39%, പ്രൊട്ടസ്റ്റന്റുകാര് 14%, പെന്തിക്കോസ് ഉൾപ്പെടെയുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ 2%, മുസ്ലിങ്ങൾ <1%. ആകെ 5579 മുസ്ലിങ്ങളെ അവിടെ ഉള്ളൂ. അവിടെ ഇത് രാജ്യമാ ഒന്നുകൂടെ പറഞ്ഞു. ഇത് ഹംഗറി. ഹംഗറി നോട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ശരി ശരി. ഹംഗറിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പെന്തിക്കോസ് സഭ എന്ന് പറയുന്ന ഫെയ്ത്ത് ചർച്ച് എന്ന് പറയും. 1.5 ലക്ഷം മെമ്പേഴ്സ് അവിടെ ഉണ്ട്. സാധാരണ പെന്തിക്കോസ് സഭകൾ അവിടെ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ രാജ്യത്തിന്റെ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലിത്വേനിയ അതും ഒരു ബാൽറ്റിക് റീജിയൻ ആണല്ലോ. ജനസംഖ്യ 2.8 മില്യൺ. അതിന്റെ ക്യാപിറ്റലിന്റെ പേര് വിൽനിയസ്. റോമൻ കാത്തലിക് 77%, ഓർത്തഡോക്സുകാര് 4%, അൺഐഡന്റിഫൈഡ് അവർ ഒരു സമയമായിട്ട് ഐഡന്റിഫൈ ചെയ്യാത്ത 16%. മുസ്ലിങ്ങളും കുറവാണ്, മേ ബി അറൌണ്ട് 10,000. 7% ജനങ്ങൾക്ക് ഒരു റിലീജിയനും ഇല്ലാത്തവരാണ്. കുറേയേറെ പെന്തിക്കോസ് സഭകൾ അവിടെയുണ്ട്. ഫുൾ ഗോസ്പൽ പെന്തിക്കോസ്റ്റൽ ചർച്ച്, ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ ചർച്ച്, ഇങ്ങനെ. ഇനി അടുത്ത രാജ്യം മൊൾഡോവ. MOLDOVA, മൊൾഡോവ. ജനസംഖ്യ 3.5 മില്യൺ. ക്യാപിറ്റൽ കിഷ്നാവു. ഓർത്തഡോക്സുകാരാണ് 90%. ബാക്കിയുള്ള ചർച്ചുകളെല്ലാം കൂടെ 6%. മറ്റു പല മതങ്ങൾ അവിടെയുണ്ട്. ഇസ്ലാം 2%. ചുരുക്കം പെന്തിക്കോസ് സഭകളെ ഉള്ളൂ. ആ രാജ്യത്തിന് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അടുത്തത് പോളണ്ട്. ജനസംഖ്യ 38 മില്യൺ. നമുക്കെല്ലാം അറിയാം അതിന്റെ ക്യാപിറ്റൽ വാർഷ. പോളണ്ടിനുള്ള ഒരു പ്രത്യേകത വെരി ഫാമിലി ഓറിയന്റഡ് രാജ്യമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവരെ ലോകത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്നവരാണ് പോളണ്ടുകാർ. പ്രത്യേകിച്ച് പോളണ്ടുകാരുടെ ഒരു പ്രത്യേക ബ്ലൂ ഐസ്, അത് അവിടുത്തെ ഫേമസ് ആണ്. റോമൻ കാത്തലിക് 87%, ഓർത്തഡോക്സ് 2%. അനേക പെന്തിക്കോസ് സഭകൾ അവിടെയുണ്ട്. പോളിഷ് ഏജിക്കാണ് 240 സഭകളുണ്ട്. 105ാമത്തെ വേൾഡ് പെന്തിക്കോസ് കോൺഫറൻസ് 2015 അവിടെ വെച്ചാണ് നടന്നത്. 3 ബൈബിൾ സ്കൂൾ അവിടെയുണ്ട്. മുസ്ലിംസും മൈനോറിറ്റിയാണ്. 30,000-ഓളം മുസ്ലിംസ് അവിടെയുണ്ട്. അടുത്ത റൊമേനിയയിലെ 19.5 മില്യൺ. ക്യാപിറ്റൽ ബുഖാരിസ്റ്റ്. ഓർത്തഡോക്സുകാരാണ് 81%, പ്രൊട്ടസ്റ്റന്റുകാർ 15%, പെന്തിക്കോസുകാർ 2%. ജനങ്ങൾ ഒരുപാട് റിലീജിയസ് ആണ്. അതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. രാവിലെ എവിടോട്ടേലും പോകാൻ ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ അൺലക്കാണെന്ന് അവർ വിശ്വസിക്കുന്നു. 13 ഫ്രൈഡേ വന്നാൽ
വലിയ ദോഷമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ പൊതുവെ ഒരു ഹോട്ടലുകൾക്കും 13ാമത്തെ നിലയില്ലല്ലോ. ഇവിടെയും ഇല്ല. അമേരിക്കയിലും 12 കഴിഞ്ഞാൽ ഉടനെ 14 മാറ്റും. അവിടെയുള്ള പെന്തിക്കോസ്ത് സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു വലിയ ഉണർവ് ആ രാജ്യത്ത് അയക്കാൻ. അടുത്തത് സെർബിയ. സെർബിയയിലെ ജനസംഖ്യ 7 മില്യൺ. അതിന്റെ ക്യാപിറ്റൽ ബെൽഗ്രേഡ്. 85% ഓർത്തഡോക്സ് ആണ്. മുസ്ലിങ്ങൾ 3%, പ്രൊട്ടസ്റ്റന്റ് 1% ഉള്ളൂ. പെന്തിക്കോസ് വിശ്വാസികളെ ആ രാജ്യം ഒരു കൾട്ടായിട്ട് വിളിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പേർ മാത്രമേ പെന്തിക്കോസ് ചർച്ചുകളിൽ പോകാറുള്ളൂ. വളരെ അന്ധവിശ്വാസങ്ങളുള്ള ഒരു രാജ്യമാണ് സെർബിയ. യക്ഷികള്, ഡ്രാക്കുല, അവിടെ രാത്രി സഞ്ചരിക്കുന്നവരെല്ലാം കയ്യില് കുറെ വെളുത്തുള്ളി, ഗാർലിക് കൊണ്ട് നടക്കും. അവരുടെ വിശ്വാസം പിന്നെ ഈ യക്ഷികള് അല്ലെ വാമ്പയർ അവരോട് അടുക്കുകയില്ല എന്ന അന്ധവിശ്വാസമുണ്ട്. പറഞ്ഞില്ലേ, വളരെ കുറച്ച് പെന്തിക്കോസുകാരേ ഉള്ളൂ. സെർബിയക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വിറ്റ്സർലാൻഡിന്റെ ജനസംഖ്യ 8.5 മില്യൺ, 8.5 മില്യൺ. അതിന്റെ ക്യാപിറ്റൽ ബേൺ, BERN. അവിടുത്തെ ഭാഷ സ്വിസ് ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ആൻഡ് ഇംഗ്ലീഷ്. സൂറിക്കും ജനീവയുമാണ് പ്രധാന സിറ്റികൾ. 84% ക്രിസ്ത്യൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് റോമൻ കാത്തലിക്സ്. ഇപ്പോൾ റോമൻ കാത്തലിക്സുകാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിന്റെ പതാകയുടെ ചിഹ്നം ക്രോസ് ആണല്ലോ. എന്നാൽ ചർച്ചിൽ പോകുന്നവർ വളരെ ചുരുക്കമാണ്. പെന്തിക്കോസുകാരും വളരെ ചുരുക്കമാണ്. ബേണിൽ ഒരു ചർച്ചുണ്ട്, വിനിയാർഡ് ചർച്ച്. സൂറിക്കിൽ ഒരു നല്ല പെന്തിക്കോസ് സഭയുണ്ട്. അവിടെ കൂടുതലും മെജോറിറ്റി ഫോറിനേഴ്സാണ്. എന്നാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ജനങ്ങൾ കുറേയേറെ പെന്തിക്കോസ് സഭകളിൽ പോകുവാൻ തുടങ്ങുന്നുണ്ട്. എനിക്കവിടെ 4 പ്രാവശ്യം സ്വിറ്റ്സർലൻഡിൽ പോകുവാനിടയായി. സൂറിക്ക്, ബേൺ, ജനീവ ഈ സിറ്റികളിൽ പോയി സഭകളിൽ പോകുവാനൊക്കെ ഇടയായി. എൻ്റെ കാഴ്ചയിൽ ലോകത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. കള്ളന്മാർ തീരെയില്ല. അർദ്ധരാത്രിയിലും നടന്നു പോകാം. വളരെ നല്ല യാത്രാ സൗകര്യങ്ങളുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമൊക്കെ തുടങ്ങിയത് സ്വിംഗ്ലി, കാൽവിൻ മുതലായവർ പ്രവർത്തിച്ച രാജ്യമാണ്. ആ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. സ്വിറ്റ്സർലൻഡിന് വേണ്ടി. വളരെ നല്ല മനുഷ്യരാണ്. എന്നാൽ ദൈവവിശ്വാസം വളരെ കുറവുള്ള ഒരു രാജ്യമാണ്. 14ാമത്തെ രാജ്യം സ്ലോവേനിയ. സ്ലോവേനിയയിൽ 5.5 മില്യൺ ജനങ്ങളുണ്ട്. ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ യൂബ്ലിയ എന്ന രാജ്യമാണ്, എന്ന സിറ്റിയാണ് അതിന്റെ ക്യാപിറ്റൽ. കാത്തലിക്സ് 58%. സ്ലോവേനിയയിൽ കാത്തലിക്സ് ആണ്. എത്തീസ്റ്റ് 10%, മുസ്ലിങ്ങളിൽ 2%, പ്രൊട്ടസ്റ്റന്റുകാർ 1%. ചുരുക്കം ചില പെന്തിക്കോസ് സഭകൾ പ്രധാന സിറ്റികളിലുണ്ട്. ഒരു വലിയ ഉണർവ് ഈസ്റ്റേൺ ബ്ലോക്ക് യൂറോപ്പിലും വെസ്റ്റേൺ ബ്ലോക്ക് യൂറോപ്പിനും വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇനി 15ാമത്തേത് ചെക്ക് റിപ്പബ്ലിക്.
അവരവിടെ ചെക്കിയ എന്നും ആ രാജ്യത്തിന് പറയുന്നുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിന് ജനസംഖ്യ 10.5 മില്യൺ ജനങ്ങൾ. അതിന്റെ ക്യാപിറ്റല് പ്രാഗ് അഥവാ പ്രാഗ് എന്ന് പറയും. നേരത്തെ ചെക്കും സ്ലോവിക്കായും കൂടെ ഒന്നിച്ച ചെക്കോസ്ലോവിക്യ എന്ന രാജ്യമായിരുന്നു. ഇപ്പോൾ ചെക്കോസ്ലോവിക്യ ഇല്ല, ചെക്കാണ്. ആ രാജ്യത്ത് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ. കത്തോലിക്കര് 21%. എന്നാൽ അൺഅഫിലിയേറ്റഡ്, ഒരു സഭയുമായിട്ട് ബന്ധമില്ലാത്തവര് 72%. അവര് എത്തീസ്റ്റോ അഗ്നോസ്റ്റിക്കോ ഒന്നുമല്ല, ഒരു സഭയുമായിട്ട് അവർ ബന്ധത്തിന് പോകുന്നില്ല, അതേ ഉള്ളൂ. ജനങ്ങൾക്ക് മതത്തോട് ഒട്ടും പ്രിയമില്ലാത്ത ഒരു രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക്. 10,000-ഓളം യഹൂദന്മാരുണ്ട്, 5,000-ഓളം മുസ്ലിങ്ങൾ അവിടെയുണ്ട്, 3,000-ഓളം ബുദ്ധിസം അവിടെയുണ്ട്, ചുരുക്കം ചില ബന്ധുക്കോസ് സഭകളുമുണ്ട്. നമുക്ക് ഈ 15 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അവിടെ ഒക്കെ ഉണർവിനെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയുമുള്ള രാജ്യങ്ങളുടെയൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഞാനിത് കേൾക്കുമ്പോൾ തന്നെ എലാബറേറ്റ് ഒന്നും ചെയ്യാതെ അങ്ങ് പറഞ്ഞതാ. അതല്ലെങ്കിൽ ഇത്രമാത്രം സുവിശേഷീകരണത്തിന്റെ ആവശ്യകത യൂറോപ്പിലും ഉണ്ടെന്നേ ഞാൻ നോട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം. ഒരുപാടുണ്ട്. കാരണം അധികം മിഷണറിമാർ പോകുന്നില്ലെന്ന് തോന്നുന്നു അവിടോട്ട്. പോയിട്ടും പ്രയോജനമില്ലാത്തതുകൊണ്ടായിരിക്കണം ഞാനും ഉദ്ദേശിക്കുക. നമ്മളെയൊക്കെ ദൈവം അയക്കട്ടെ. എന്നെ ഒരു രാജ്യത്ത് അയച്ചല്ലോ, ബലീസ് എന്നും പറഞ്ഞൊരു രാജ്യത്ത്. ഞാനവിടെ സ്വിറ്റ്സർലൻഡും മങ്ങൾ പോയെന്നല്ലേ പറഞ്ഞു? 4 പ്രാവശ്യം പോയി. എൻ്റെ മോള് അവിടെ ജോലിയായിരുന്നു. ഏകദേശം നേരമൊക്കെ പോയി. അവിടെയുള്ള പെന്തിക്കോസ്ത് സഭയിലൊക്കെ പോയി. ഈ രാജ്യത്തുള്ള ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ഒക്കെ എങ്ങനെ, മീൻസ് ഈ രാജ്യങ്ങളിൽ നമുക്ക് സുശേഷീകരിക്കാനേ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സെർബിയയുടെ കാര്യം പറഞ്ഞ ഫുൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആണ്. ഒരുപാട് അതിനുള്ള പണ്ടത്തെ ഭയങ്കര വിച്ച് ക്രാഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമല്ലയോ ഇതൊക്കെ. ഓസ്ട്രിയ ഭയങ്കര വിച്ച് ക്രാഫ്റ്റ് ആയിരുന്നു. ലളിത് വർഷിപ്പ് ഒക്കെ പറഞ്ഞു. ലളിത് വർഷിപ്പ് അവിടെ തുടങ്ങിയെന്നാ പറഞ്ഞു. ഇറ്റ് വാസ് എൻ ഐ ഓപ്പണർ. എനിക്ക് പേഴ്സണലി ഒരു ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. എനിക്ക് രാജ്യങ്ങളെ കുറിച്ച് ഭയങ്കര ഒരു ബേർഡൻ. നമുക്ക് പൊതുവെ ദൈവം നമുക്കൊക്കെ അങ്ങനെ ഒരു ബേർഡൻ തന്നിട്ട് പിന്നിൽ ദൈവം ഈ സമയത്ത് ഓരോ ദൈവമക്കളെ ഉണർത്തുവാന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഗ്രേറ്റ്. ഞാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങൾ. ഇപ്പം നമുക്ക് ഈ രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇപ്പം UK തന്നെ അങ്ങനെ ഒരു കൂട്ടം ദൈവമക്കളെ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. UK വളരെ കുറവേ ഉള്ളൂ സത്യവിശ്വാസികൾ. UK ഞാൻ ഇപ്പം UK-യിലാണല്ലോ. അപ്പം ഇവിടെ നേരം ഒത്തിരിയും സുവിശേഷം മനസ്സുള്ളവരുണ്ട്. പ്രത്യേകിച്ച് ലണ്ടൻ, ഇംഗ്ലണ്ടിൽ കൂടുതൽ. അതെ. ഈ സ്കോട്ട്ലൻഡിന്റെ കാര്യം പറഞ്ഞു. ഈ ലിലിത് വർഷി വന്ന് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അതാ സോറി, ഈ നമ്മുടെ അതല്ലല്ലോ, മറ്റൊരു ഹാലോവീൻ ആയില്ലയോ ഇവിടെ നിന്ന് വന്നെന്ന് പറയുന്നത്. ഹാലോവീൻ സ്കോട്ട്ലൻഡിലും ഒക്കെയാണല്ലോ തുടങ്ങിയത്. ശരി, ഓക്കെ. ഷെമൈൻ വർഷിപ്പേഴ്സ് ആണ് ഇത് തുടങ്ങിയത്. ആരാ? ഷെമൈൻ
എന്ന മൈൻ ഗ്രൂപ്പ്. ആ ഓക്കെ ഓക്കെ അതാണല്ലോ ഓക്കെ. അവളുടെ സാത്താന്റെ പേര് ഓ തന്നെ. ഓ ഓക്കെ 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 മനസ്സിലായി. ആഹാ. ഓരോരുത്തർ Yeah. ഓരോ രാജ്യത്തിന് വേണ്ടി പോകണം. ഉം. Yeah. അല്ല ഞാനിപ്പം ഇവിടെ ഇപ്പൊ UK വന്നപ്പോഴുമേ ആ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ലൈക്ക് മുസ്ലിം രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യകത എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. നമ്മളെല്ലാം ഇപ്പം അങ്ങനെ ആ പക്ഷെ ഞാനത് ഇവ ലിറ്ററലി പറയുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളും. പക്ഷെ ഇതിപ്പം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോവാ. ലൈക്ക് നമ്മൾ ഞാൻ എന്തിനാ പറഞ്ഞില്ലേ, ഞാൻ ബലീസിൽ ആദ്യം പോകുമ്പം അവിടെ ഉം, 2% മാത്രമേ ഉള്ളായിരുന്നു പെന്തിക്കോസുകാര്. പിന്നെ, എന്നാലിപ്പം ഞാൻ കേട്ടത് ഒരുപാട് മിഷണറിമാരൊക്കെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. 14% പെന്തിക്കോസുകാരായെന്നാണ് ഇപ്പോഴത്തെ കേൾവി. ഓക്കെ ടീക്ക് പ്രാർത്ഥിക്കാം. ഉം. Yeah, ഞാൻ തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഭയങ്കര സ്ട്രോങ് ഇൻഫർമേഷൻ ആണ്. ഇത് അങ്കിള് ഈ ഈ ഇൻഫർമേഷൻ അങ്കിൾ എങ്ങനെ റിസർച്ച് ചെയ്തു? മീൻസ് പേഴ്സണൽ റിസർച്ച് ചെയ്തോ ആണോ ഞാന് ഇത്? നമ്മൾ ഈ രാജ്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പം അവിടെ മാത്രം നോക്കിയാൽ ഇതൊന്നും കിട്ടുകയില്ല. അത് അവരുടെ ബിലീവ്, റിലീജിയന്, ഉം ഉം. എത്നിക് ഇതെല്ലാം വെവ്വേറെ നോക്കിയെങ്കിലേ കിട്ടുകയുള്ളൂ. ഉം. പണ്ട് ജോമോൻ ഭാഷ എന്നോട് ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അന്നേരം ഞാൻ കുറെയൊക്കെ ഏറെക്കുറെ ഒരുപാട് എഴുതി ഇട്ടിട്ടുണ്ട്. ഉം. അതൊക്കെ ഇപ്പം കണ്ടുപിടിക്കുക. പ്രായമായില്ലയോ, അയ്യോ. ഓർമ്മ കുറവാ. അല്ല അങ്കിൾ ആ ഒരു മീൻസ് പാഷൻ അങ്കിൾ ഇങ്ങനെ കൈമാറുക. ഇപ്പൊ അങ്കിൾ ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും യുനോ എന്റെ ഹൃദയത്തിൽ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഉം. ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുക ആ ഒരു പാഷൻ അങ്ങനെയുള്ള ഞങ്ങളിപ്പോഴുള്ള ചില യൂത്ത്സിന്റെ ഹൃദയങ്ങളിൽ അത് അത് അങ്കിൾ അതൊരു പാഷൻ പാസ് ഓൺ ചെയ്യണം. 10 വർഷം Sure. 9 മാസമായി എനിക്ക് പ്രിസനെ കുറിച്ചൊരു ബർഡൻ കിട്ടിയത്. ഉം. നമുക്കെല്ലാം പെന്തിക്കോസുകാർക്ക് പ്രത്യേകിച്ച് പുൾപ്പിറ്റാണ് അവരുടെ നോട്ടം മെയിന്. Yeah, yeah, yeah. പുൾപ്പിറ്റിൽ നിന്ന് കുറെ ചാടിയാല് ഏതാണ്ട് ലോകം സുവിശേഷീകരിക്കുന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഉം. ഞാൻ പ്രിസണിൽ ഈ യൂസ്റ്റണിലെ ഒരു പ്രിസണിൽ തന്നെ യൂണിറ്റിൽ തന്നെ ഈ വർഷം മൊത്തം 62 പേര് സ്നാനപ്പെട്ടു. 200-ലധികം ഉം. പേര് രക്ഷിക്കപ്പെട്ടു. അവരോടൊന്നും ആരും പോയി പറഞ്ഞിട്ടില്ല. ഉം. ബലീസ് ഞങ്ങൾ 3-4 പേര് കൂടി പോയി അവിടെ വചനം സംസാരിച്ചു. എൻ്റെ കൂടെ വേറൊരു ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒന്നുകൂടെ നല്ല ഇംഗ്ലീഷ് ഇതുണ്ട്. ഉം. സംസാരിച്ചു. ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഒരുപാട് പേര്, കൗണ്ട്ലെസ്. ഓ. എന്നിട്ട് സ്നാനം നടത്തിയപ്പോൾ 141 പേര് സ്നാനപ്പെട്ടു. ഉം ഹും. പിന്നെ ആരാണ്ടെയൊക്കെ പെട്ടെന്ന് ഫോണിൽ വിളിക്കുമായിരുന്നു വന്ന് സഹായിക്കാൻ, സ്നാനപ്പെടുത്താന്. ആഹാ. Yeah. ശരി ഇങ്ങനെ അടുത്ത മാസം പോകുന്നുണ്ട് മിക്കവാറും. ശരി ഇനിയിപ്പം പ്രായമായി അധികം അങ്ങനെ യാത്ര ചെയ്യാൻ വയ്യാത്തൊരു, ഞാൻ ഡയബറ്റിക് ആണ്, ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു, ഇതെല്ലാം നടന്നത്. എന്നാലും വീട്ടിലടങ്ങിയിരിക്കും. ഓർക്കുന്നുണ്ടോ പണ്ട് ഞങ്ങളുടെ ചർച്ചില് സൂമിൽ കൂടെ ഒന്ന് പ്രസംഗിച്ച്? കോവിഡ് സമയത്തല്ലേ? യാ, അങ്ങളുടെ പേര് എന്റെ ഇതിനകത്ത് സേവ് ചെയ്ത് കിടക്കുന്നോണ്ട് എനിക്കറിയായിരുന്നു. എങ്ങനെയോ നമ്മൾ നേരത്തെ മാത്യു സംസാരിച്ചു. ഫിലിപ്പ് എന്ന എൻ്റെ പേര്. അതെ അതെ, ഞാൻ അങ്ങളുടെ പേര് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ